സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. വിജയലക്ഷ്മിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത് മകന് വേണ്ടിയിട്ടാണ്. മകൻ ബിടെക് കഴിഞ്ഞതാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ആകുമോ മകൻ്റെ ജോലി മേഖല, അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ഇനി ചെയ്യണോ, ജീവിത വിജയം ഉണ്ടാകുമോ എന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. അതായത് ഉപജീവന മാർഗം ഒരേ ഭാഷ എന്തായിരിക്കും? അതെ അതെ, പ്രൊഫഷൻ. അതായത് വിദ്യാ വിനോദ കൗശല മാതുല കാരകനായ ആ വലിപ്പം കുറഞ്ഞ ആ ബുധഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ശക്തി കൂടിയ ബുധഗ്രഹത്തിൻ്റെ പിൻബലത്തോടു കൂടി, പൂർണ്ണ പിൻബലത്തോടു കൂടി ചൊവ്വാഗ്രഹം കർമ്മ രംഗമായിട്ട്, അതായത് പ്രൊഫഷൻ, അതായത് ഉപജീവനമാർഗം, വരുമാനം, തൊഴിൽ, കർമ്മരംഗം എന്ന് പറയുന്നതായിരിക്കും മൊത്തം ശരി. അങ്ങനെ നിൽക്കുന്നതിനാൽ ഇൻഡസ്ട്രി വിഭാഗം, എൻജിനീയറിംഗ് വിഭാഗം, ഇത് രണ്ട് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പഠിത്തം, ഉദ്യോഗം, അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുക, അതിന് വേണ്ട പ്രവർത്തന മണ്ഡലം, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഭാവിയിൽ ആ രണ്ട് ഗ്രഹങ്ങൾ നല്ല യോഗനിലയിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ പരമോന്നതയിൽ നിന്നും കൊണ്ടുള്ള തൊഴിൽ മുന്നേറ്റവും അതിൽ നിന്ന് സാമ്പത്തിക ലബ്ധിയും അഭിവൃദ്ധിയും ഉന്നമനവും ഉയർച്ചയും അവയിൽ നിന്ന് ജീവിതോപാധിക്ക് വേണ്ട വസ്തു, ഗ്രഹം, വാഹനം, തലമുറകൾക്ക് വേണ്ട സമ്പാദ്യാദികൾ ഇവയെല്ലാം ഉണ്ടാക്കുവാൻ ഉള്ള യോഗം കാണുന്നുണ്ട്. എൻജിനീയറിംഗ് വർക്ക്സ്, ഇൻഡസ്ട്രിയൽ മേഖലകൾ, ഇതെല്ലാം അത് പ്രത്യേകിച്ച് 27 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള കാലഘട്ടം ഉള്ള ദശാകാലങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വരുമാന മാർഗങ്ങൾ, ജീവിത ഉയർച്ച, വളർച്ച, സമ്പാദ്യങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ, ഇവയെല്ലാം ഉണ്ടാവും. അപ്പം ഇൻഡസ്ട്രിയും എൻജിനീയറിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ചൊവ്വാഗ്രഹവും ബുധനും നിൽക്കുന്നത്. ബുധൻ്റെ നല്ല പിൻബലം, നല്ലോണം സാമ്പത്തികം ഉണ്ടാവും. അതിൽ ഒത്തിരി പേർക്ക് ശമ്പളം കൊടുത്ത് ജോലിക്ക് നിർത്താൻ വരെയുള്ള പ്രാണിയും പ്രാപ്തിയൊക്കെ ഉണ്ടാവും എന്നാണ് കാണുന്നത്. കൂടുതലും ചൊവ്വാഗ്രഹത്തെ സന്തോഷിപ്പിക്കുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധരണീഗർഭസംഭൂതം വിദ്യുൽ കാഞ്ചന സന്നിഭം കുമാരം ശക്തിഹസ്തഞ്ച മംഗളം പ്രണമാമ്യഹം എന്ന സ്തോത്രങ്ങൾ, അതുപോലെ ചെമ്പവിഴരത്നധാരണങ്ങൾ, അതുപോലെ കാളിക്ഷേത്രത്തിൽ ഗുരുതി രക്തപുഷ്പാർച്ചനകൾ, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങൾ, ഇതെല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കഴിവതും ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം അഗതികൾക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. സർവോപരി ഈ ദിവസങ്ങളൊക്കെ തന്നെ ഈശ്വര പ്രാർത്ഥനകളും വഴിപാടുകളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വക മേഖലകളിൽ കണിശമായിട്ടും പഠിത്തം, ജോലി, ജീവിത വിജയം, നല്ല കുടുംബജീവിതം, കുറേ പേർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗങ്ങൾ, ഇങ്ങനെയുള്ള സ്വന്തമായി ചെയ്യാവുന്ന മാർഗങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കുക, കണിശമായിട്ടും വിജയിക്കും. നന്ദി, നമസ്കാരം.